ആദ്യമേ ചേച്ചി ഈ ആൽബം സോങ്സിലും അല്ലാണ്ടും ഒക്കെ അഭിനയിക്കാനായിട്ട് പോയപ്പോ അല്ല ചേച്ചി ആദ്യമേ ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് പോലും ചേച്ചി വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു കാര്യമോ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പോഴും അതായത് ഇത്ര ആൾക്കാർ കുറ്റപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പറയാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് താനും. വേണ്ടെന്ന് വെച്ചു, പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചു. അതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇത് ഇവിടെ ഇരിക്കത്തില്ല. അന്നേ ഇങ്ങനെയൊക്കെ അറിയുമായിരുന്നു. അന്നേ ആളുകൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ്സ് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴും ഇല്ലേ? ഫേസ്ബുക്കും തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷെ ചേച്ചി ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാ. അപ്പോൾ ഈ ക്യാൻസറിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ചേച്ചി ഇട്ട സമയത്ത് അതിനകത്ത് ഭയങ്കര പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പോസിറ്റീവ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സൈഡിൽ കൂടി അപ്പോഴീ നെഗറ്റീവ് ഇടുന്നവരും ചിലപ്പോൾ പോസിറ്റീവ് ആണോ? തീർന്നു, ഇവള് കിടക്കുമല്ലോ ഇനി കുറച്ച് നാളത്തേക്ക് സോഷ്യൽ മീഡിയ. അപ്പോഴാണ് ദേ വരുന്നത് കീമോ വെച്ചിട്ട് അടുത്ത റീലുമായിട്ട് വരുന്നത്. പിന്നെ അവര് സഹിക്കുവോ? ഇവിടെ ചാകുന്നില്ലായിരുന്നു കമന്റ്. ഇവിടെ ചത്തില്ലേ? ഇവിടത്തെ ചാവാത്തെ? ക്യാൻസർ വന്നിട്ട് ഈ നാശം ചാകുന്നില്ലേ? ഞങ്ങൾക്ക് വായിക്കുന്ന കമന്റ്സ് എനിക്ക് ചിരിയാ വരുന്നത്. ഈ നാശം ചാകുന്നില്ല, ഇവിടെ ക്യാൻസർ വന്നിട്ട് ഈ സാധനം ചാകുന്നില്ലല്ലോ എന്നാ. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാവുമായിരുന്നു? കിച്ചു കൂടെ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞ കിച്ചു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ചേച്ചിക്ക് വേണ്ടി ഓടി നടക്കേണ്ട ഒരു ആളാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിലതായിരുന്നു. പക്ഷെ വിധി അതല്ലല്ലോ. പൈസയ്ക്ക് മുന്നിൽ പരുതും പറക്കത്തില്ലല്ലോ. പൈസ. ഈ ക്യാൻസർ കൊണ്ട് പഠിച്ചൊരു പാഠം എന്താ? ക്യാൻസർ കൊണ്ട് ഞാൻ ഒറ്റ കാര്യം പഠിച്ചിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞ ഒരൊറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സ്നേഹിച്ചവരാരും എനിക്കില്ല, എന്നെ സ്നേഹിച്ചവർ മാത്രമേ എനിക്കുന്നുള്ളൂ. സിമ്പിളാ. ഇതിനകത്ത് ചേച്ചീനെ നോക്കിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ ഞാൻ സഹോദരി ചേച്ചി. ചേച്ചിയുടെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ജോലി വരെ വിട്ട് ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ചേച്ചിട്ട് പറഞ്ഞിട്ടാണോ? അങ്ങനത്തെ കഴിഞ്ഞിട്ടാണ് അറിയുന്ന കാര്യങ്ങൾ. അവള് ജോലി വിടുന്നൊന്നും എന്നെ ഞാൻ ഓർത്തു പോലും. പൊന്നു പോലാണ്, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലാണ് എന്നെ നോക്കുന്നത്. അതൊക്കെ നമ്മളെന്ത് പുണ്യം ചെയ്തിട്ടാണ്. ഈ ഒരു കാലത്ത് ആരും നോക്കൂല്ലേ അതേപോലെ? സ്വന്തം സഹോദരങ്ങൾ പോലും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നോട് ഞാൻ പറഞ്ഞില്ല, പ്രശസ്തയായിട്ടുള്ള സ്ത്രീ എന്നോട് പറഞ്ഞത്, രേണുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാണെന്നറിയാം, ഈ സമയത്തും സ്വന്തം ചേച്ചി നോക്കുന്ന. ഞങ്ങൾക്കൊന്നും അത് കിട്ടിയില്ലല്ലോ രേണുവിന്. എന്നെ ഇമോഷണലാക്കിയ ഒരു കാര്യമാണ് അവര് പറഞ്ഞത്. ചേച്ചി ആലോചിച്ചിട്ടുണ്ട്, ഇപ്പൊ ചേച്ചി അവിടെ കിടന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ചേച്ചിനെ കുളിപ്പിക്കുന്നത് വരെ ചേച്ചിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ചേച്ചിയുടെ മുന്നിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് അവരപ്പുറത്ത് മാറിയിരുന്ന് കരയുന്നുണ്ടാവും. അതെ അതെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കരഞ്ഞു കണ്ടിട്ടുണ്ട്. എന്നെ ആദ്യം ഐസിയുലാക്കിയപ്പം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടോണ്ട് പെട്ടെന്ന് മാറി. പല ഫോൺ വിളിച്ച് കൂട്ടുകാരോടാണ് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുമുണ്ട്. എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മാറും. ഭയങ്കര സങ്കടമായിട്ടുണ്ട്. ആ ഒരു സമയത്ത് മക്കളെ ആലോചിച്ചുള്ള ഒരു പേടി എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഇപ്പൊ അന്നേരം കിച്ചുവിനെ മനസ്സിലുണ്ടാവും എന്നുള്ളത് എനിക്ക് ഊഹിക്കാം. മക്കളെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷെ ഞാൻ എത്ര അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര ഓപ്പൺ ആയിട്ട് പറഞ്ഞത്. ഞാൻ പറയത്തില്ലായിരുന്നു. ആ പേടി, ആ വിഷമം ഉണ്ടായിരുന്നു. ഋതപ്പന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് സഹിക്കത്തില്ല. ഇങ്ങനെ ഫേസ് ചെയ്യും, ഋതപ്പനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന അവന് ഭയങ്കര സങ്കടമായിരിക്കും എന്ന് എനിക്ക് അറിയാമായിരുന്നു. അവൻ ഈ മുടിയൊക്കെ പോകുന്നതാണ് ഭയങ്കര വിഷമം. അവൻ അതൊക്കെയാണ് നോക്കുന്നത്, അല്ലാതെ ക്യാൻസർ എന്നാന്നോ അത് കാർന്ന് തിന്നുന്ന സംഭവമാണെന്നോ ഒന്നും അറിയില്ലല്ലോ. ചേച്ചി ഇപ്പൊ ഫിറോസിനെ പറ്റിയിട്ട് ചേച്ചി പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിറോസും ചേച്ചിനെ പറ്റി കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ആളുകൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ പറ്റി എടുക്കാം. അപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ ഫിറോസ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നുള്ളത്. അപ്പൊ അതെ, കൂടുതലൊന്നും പറയിപ്പിക്കരുത്. അതെന്തായിരുന്നു? അതെന്താണെന്ന് പറയിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനകത്ത് നമ്മൾ ഫിറോസ് എന്നെ പറ്റി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഇനിയിപ്പോ എന്ത് പറയാനാ? ഫിറോസിക്ക എനിക്ക് വയ്യാണ്ടായപ്പം വിളിച്ചിരുന്നു കേട്ടോ. വിളിച്ചിരുന്നു. എന്റെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അപ്പൊ നമ്മള് വയ്യാതെ വന്ന് ഒരു മനുഷ്യൻ വിളിക്കാന്ന് പറഞ്ഞാൽ, അത്രയും നാളും നമ്മളെ നെഗറ്റീവ് പറഞ്ഞിട്ട് വയ്യാതപ്പോ ഒരാൾ വിളിച്ച് തിരക്കാന്ന് പറഞ്ഞാൽ അതിപ്പരം നമുക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളടാ എല്ലാം. അതും പ്രത്യേകിച്ച് ക്യാൻസർ പോലെ ഒരു അസുഖം വന്നപ്പോൾ അയാൾ വിളിച്ചിട്ട് ഞാനല്ല എടുത്തത്, എൻ്റെ ചേച്ചിയാണ് എടുത്തത്. അപ്പം പറഞ്ഞ് രേണുവിന് എന്നാ ഉണ്ട്, അപ്പം പറഞ്ഞ് ഇന്ന പോലെ ആണോ, അയ്യോ അറിഞ്ഞുകൊണ്ട് വിളിച്ചു. പിന്നെ ഇവിടെ വന്നു എന്നെ കാണാൻ. ഞാനില്ലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു അന്ന്. ഇവിടെ വന്നിട്ട് പോയി. നമ്മളിനി എന്ത് പറയാനാ?
ഒരുപാട് താങ്ക്സ്. സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾക്കൊക്കെ പിന്നിൽ ഫിറോസ് ആണ് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്നെ തീർക്കണം എന്നുള്ള ഒരൊറ്റ ഞാൻ ചോദിക്കുന്നത് അതെന്തിനാണ് എനിക്കറിയില്ല. ഇവർക്ക് എൻ്റെ വലിയ കാര്യങ്ങൾ എന്നെപ്പറ്റി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ മറ്റേ നമ്മുടെ ആദ്യം സംസാരിച്ച അബോർഷൻ കേസ് കെട്ട് പോലും ഫിറോസിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഫിറോസിനെ ആരാണ്ട് വിളിച്ച് പറഞ്ഞെന്നോ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഫിറോസിനെ അറിയാമെങ്കിൽ ഫിറോസ് പറയട്ടെ എന്ന് ആരാ അത്? ഫിറോസിനോടല്ലേ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ ഫിറോസ് പറയട്ടെ. ഫിറോസും ഞാനും തമ്മിൽ ആദ്യമായിട്ട് ശത്രുവായിട്ടായിരുന്നു ആദ്യമായിട്ട് നമുക്ക് വീട് തന്നെ. നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഫിറോസും ഞാനും തമ്മിലുണ്ടായിരുന്നു. മെസ്സേജുകൾ അയക്കാറുണ്ടായിരുന്നു, കോൾ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ മറന്നോണ്ട് ഈ ഫിറോസ് എനിക്കിട്ട് നെഗറ്റീവ് അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതാ പറഞ്ഞത്, അവനവൻ അറിയാം അവനവൻ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന്. പിന്നെ എന്താണ് അതോ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്നാണെന്ന് അറിയത്തില്ല. ഇവർക്കൊക്കെ അറിയാം ഇവരൊക്കെ ആരായിരുന്നു എന്തായിരുന്നെന്ന്. അങ്ങനെയൊന്നും ഒരു കോണ്ടാക്ട് പോലും ഇല്ലാതിരുന്ന ഒരാൾ പറഞ്ഞാൽ ഓക്കെ ശരി നമ്മൾ സമ്മതിച്ചു കൊടുത്തു, അംഗീകരിച്ചു. ഫിറോസ് ഞാനുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ലായിരുന്നു, ഒരു മെസ്സേജ് വായിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ ഫിറോസ് എന്നെ പറ്റി 2-3 തെറി പറയാ, കുറ്റം പറയാ, എന്നെ പറ്റി ചെകഞ്ഞ് അന്വേഷിച്ചാണ് ശരി, ഞാൻ മിണ്ടാതെ കേട്ടേനെ, പറയട്ടെ. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ വീടിന്റെ അവസ്ഥ ശരിക്കും എങ്ങനെയാ? ചേച്ചി ഒരിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോർന്നൊലിക്കുന്നുണ്ട്, അപ്പൊ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു തന്നു എന്നുള്ള രീതിയിലേക്ക് ചേച്ചി വിചാരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഒന്ന് സത്യം പറഞ്ഞ ആദ്യത്തെ ആ വിവാദം നടന്നപ്പോൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇവിടെ വന്ന മീഡിയക്കാരുടെ ദേഹത്തോട്ട് ഇവിടുന്ന് വെള്ളം വീണപ്പോഴാണ് അവരറിയുന്നത് ചോർച്ചയാണെന്ന്, ഇങ്ങനെ എറിച്ചില്. അത് ശരിയാക്കി തന്നു, പിന്നീട് ഇവിടെ ചില്ലിട്ടെല്ലാം ശരിയാക്കി തന്നു. ഈ സന്ദീപ് ഞാൻ അയാളെ മനഃപൂർവ്വം അപമാനിച്ചൊന്നുമല്ല, ഇതൊക്കെ അവിടുന്ന് വന്നതാണ്. ഞാൻ ഈ വെടുവായി അടിക്കുന്ന പോലെ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനൊന്നും മിണ്ടാതിരിക്കത്തില്ല. ഞാനെല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന കൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പം ഇയാളെ മനഃപൂർവ്വം ഞാൻ കരിവാരി തേക്കാൻ സംസാരിച്ചതെന്നൊക്കെ ഓർത്തായിരിക്കും അന്ന് മുതൽ എന്നെ ഒരു ശത്രുവായിട്ട് കാണുകയും എൻ്റെ കാര്യങ്ങൾ ചെകഞ്ഞ് നോക്കുകയും ചെകഞ്ഞ് പറയുകയും അവിടെ ഇവിടെ ചെന്ന് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്ത് അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്നിട്ടും ഇയാൾ ഇത് മറന്നു. ഞാനുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ഉണ്ടായിരുന്ന സമയത്ത് ആൾ മറന്നുപോയി. ഇപ്പൊ ഈ സന്ദീപ് എടപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിനെ വീട്ടിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഫിറോസ് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു വിഷയം? എന്താണ് ആക്ച്വലി? സത്യം പറഞ്ഞ ആ സമയത്തൊക്കെ ഞാൻ കിടന്ന സമയമാണ്. എന്നിട്ടും ബ്ലോഗർമാരാണല്ലോ ഈ സന്ദീപ് എടപ്പാള്, നമ്മുടെ ആ സ്ത്രീ, അവരുടെ പേര് പറയാൻ എനിക്ക് അറപ്പായതുകൊണ്ട് ഞാൻ നാക്കുകൊണ്ട് എന്റെ നാക്കിനെയും വയ്യാണ്ടാവും, അതൊന്നും പറയുന്നില്ല. അതുൽ ബ്ലോഗർ, ഇവരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞാണ്. ഈ സമയത്തെല്ലാമാണ് ഇതുപോലെ എല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഫാദർ നോബൽ ഫിലിപ്പ് അമ്പലവേലി അദ്ദേഹം എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചത്. അത് വേറൊന്നും കൊണ്ടില്ല, നമുക്ക് അസുഖം വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയതുകൊണ്ട്, അദ്ദേഹം ഒരു ദൈവപുരുഷനായതുകൊണ്ട്, അദ്ദേഹം വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് അനുകൂലമായിട്ടന്ന് സംസാരിച്ചത്, അല്ലേ? ദൈവപുരുഷനാണെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. അപ്പം അങ്ങനെ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തെ എങ്ങനെയും ഇവർ ഈ സന്ദീപ് എടപ്പാളിനെ പോലുള്ള കുറേ എണ്ണം അദ്ദേഹത്തെ നെഗറ്റീവ് അടിക്കാൻ നോക്കി. അദ്ദേഹം എന്തും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ശീതയുദ്ധം പോലെ ഞാനും അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും പറയട്ടെ. അത് ഞങ്ങൾ ആ ക്യാൻസർ രോഗം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പ്രാർത്ഥിച്ചതോടുകൂടി അത് തീർന്നു. അദ്ദേഹം വലിയൊരു മനുഷ്യനാണെന്നത് കാണിച്ചു തന്നു. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ നിരന്തരം അപമാനിച്ചപ്പോഴാണ് അദ്ദേഹമാണ് കേസ് കൊടുത്തതും കാര്യങ്ങളുമായിട്ടും. എന്തായാലും എനിക്കെതിരെ അദ്ദേഹത്തിനെതിരെയാണല്ലോ ഈ പ്രതി. അപ്പം ആ ഒരു പ്രതിയെ അവിടെ ചെന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വളരെ സന്തോഷം. ഒരു ദിവസമല്ല അവൻ ലോക്കപ്പിൽ കിടന്നോ? ഒരു ദിവസമാണെങ്കിലും കിടന്നോ? അത് മതി. പിറ്റേ ദിവസം ജാമ്യം കിട്ടി പോട്ടെ, എന്തുമായിട്ട്.